ഹലോ, ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ റീസെന്റ് ലാക്മേയുടെ ഒരു സൺ ഗ്ലോ ജെല്ലിന്റെ 10 റുപ്പീസ് സാഷറ്റിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് പേര് ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രോഡക്റ്റ് ഉടായിപ്പാണ്, അല്ലെങ്കിൽ 10 റുപ്പീസിന്റെ പ്രോഡക്ട്സ് ഒന്നും വാങ്ങി ഫേസിൽ യൂസ് ചെയ്യരുത്, ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് മുഖത്ത് പിമ്പിൾസ് വന്നു, ചൊറിച്ചിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റ്സിനെല്ലാം എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. എന്നാലും എല്ലാവരും ആ കമന്റ്സിന്റെ റിപ്ലൈ കാണണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ അതിൽ വാങ്ങി യൂസ് ചെയ്ത പ്രോഡക്റ്റ് വെൽ നോൺ ബ്രാൻഡ് ആയിട്ടുള്ള ലാക്മേയുടെ പ്രോഡക്റ്റ് ആണ്. അതൊരു അൺനോൺ ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ബ്രാൻഡിന്റെയോ പ്രോഡക്റ്റ് അല്ല. നമ്മൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പർച്ചേസ് ചെയ്യുന്ന ലാക്മേയുടെ വലിയ ട്യൂബിലുള്ള പ്രോഡക്റ്റ് ചെറിയ സൈസിൽ അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആക്കുന്നു എന്നുള്ള ഒറ്റ ഡിഫറൻസ് മാത്രമേ ഇതിനുള്ളൂ. ഇത് നമുക്കൊരു ട്രയൽ പാക്കോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് ഡയറക്ട്ലി സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ അത് നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സും എല്ലാവരുടെ സ്കിന്നിലും വർക്ക് ആവുന്നത് ഒരേ രീതിക്ക് ആവണം എന്നില്ല. അതുപോലെ യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് വന്നു എന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം നമുക്ക് സ്യൂട്ട് ആവുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ചൊറിച്ചിൽ വന്നു എന്ന് പറഞ്ഞവരുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് പറയാനുള്ളത്. ചിലരുടെ സ്കിൻ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കിയിട്ട് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യുക. ഞാൻ ഒരിക്കലും ക്വാളിറ്റി ഇല്ലാന്ന് തോന്നുന്ന പ്രോഡക്ട്സ് വാങ്ങി എന്റെ ഫേസിൽ യൂസ് ചെയ്യാറില്ല, ആർക്ക് റെക്കമെൻഡ് ചെയ്യാറുമില്ല. അപ്പൊ ഇത്ര ഒന്ന് പറയണം എന്നുണ്ടായിരുന്നു. ആർക്കും റെക്കമെൻഡ് ചെയ്യൂല്ല.